തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നീടുക വൈകാതെ, മടിച്ചീരരുതേതും ഭർത്താവേ ജഗൽപതേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലുന്നേരം വേഗത്തിൽ ഓടിക്കളിഞ്ഞടുത്തൂടെ കൂടായെന്നു തോന്നുമ്പോൾ വന്നും അടുത്തു വരും അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്വമൂടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരമെങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം. ആഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദരാ, ഹാഹാ മേ വിധിബലം പാഹിമാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചെന്നാൾ സീതയും, സൗമിത്രേ നീ ചൊല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ. ഭവാനുഗ്രഹന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണനതു കേട്ടു ജാനകിയോടു ചൊന്നാൻ, ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇതു കേട്ടു പോയകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തികന്ധരൻ തനിക്കതിനുള്ള ഉപായമീന്തെന്നറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായയതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകില ലരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി മനസ്സേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കിച്ചൊല്ലിനാളതു നേരം, രക്ഷോ ജാതിയിലത്രേ നീയുമുണ്ടായി നൂനം. ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നതു തവ ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലയോ. രാമൻ ആശാകാംക്ഷിതനാകിയ ഭരതന്റെ സിദ്ധാർത്ഥമവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങു ചൊല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലെന്നതു താനും. മിന്നുമൽ പ്രാണത്യാഗം ചെയ്തവൻ ഞാനെന്നറിഞ്ഞാലും ചേതസി ഭാര്യ ഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധ്യാ ധരിച്ചില രാഘവനേതും. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലല്ലോ. ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തിപ്പൂനവരവളോടുര ചെയ്താൻ.
നിനക്കു നാശമടുത്തിരിക്കുന്നതു പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തതു കൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി ചണ്ഡി ചണ്ഡീതി ചണ്ഡിതീ ചണ്ഡിതീക്തി വ്യത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചു കൊള്ളുവിൻ മനുവംശാദീശ്വരപത്നിയെ വഴി പോകാൻ വേണ്ടിയിട്ട് രാവണൻ്റെ ഉപദേശപ്രകാരം വന്നതാണ്. അതിനുശേഷം പിന്നെ മാരീചനെ പിടിച്ച് താവെന്ന് പറഞ്ഞ് അത് നല്ലൊരു മാനാണ്, നമുക്ക് ഇണങ്ങുന്നതാണ് എന്ന് കൊടുത്താവെന്ന് പറഞ്ഞ് പിന്നെ രാമൻ മാരീചനെ പിടിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് ലക്ഷ്മണനെ ആടെ പിന്നെ ഇപ്പോൾ കൂട്ടി നിർത്തിയിട്ട് പോയി. അങ്ങനെ മാരീചനെ അമ്പ പിടിക്കാൻ കിട്ടാതെ അമ്പ ചെയ്തപ്പോൾ അവിടെ വീണേരം വലിയൊരു രാക്ഷസനായി കണ്ടു. അന്നേരം കരച്ചിൽ കേട്ടിട്ട് ഇവൾ പറഞ്ഞു, സീത പറഞ്ഞു, ലക്ഷ്മണ നീ പോകുമെന്ന് പറഞ്ഞു. എന്ന് ഞാൻ രാമനല്ല ശ്രീരാമൻ പോയി കഴിഞ്ഞാൽ ലക്ഷ്മണനെ പിന്നെ സ്വീകരിക്കുമെന്ന് വിചാരിച്ചിട്ടെങ്കിൽ അത് ഞാൻ സ്വീകരിക്കില്ല, എൻ്റെ ശ്രീരാമൻ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് നീ പോകുന്നില്ലെങ്കിൽ ഞാൻ ഇത് നീ പോകുന്നില്ലെങ്കിൽ നീ അത് ഉദ്ദേശിച്ചെങ്കിൽ അത് നടക്കൂല എന്ന് പറഞ്ഞേരം രാമൻ ലക്ഷ്മണൻ ശ്രീരാമൻ്റെ അടുത്തേക്ക് പോയി. അതാണ് ഇപ്പം ഈ കഥ, മാരീച നിഗ്രഹണത്തിൻ്റെ ആ കഥയുള്ളത്.